ഇതൊന്നും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളല്ല, ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോ അത് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളായി കാണരുത്. ഇവിടുത്തെ MLA-മാർക്ക് എന്നെ കുറിച്ച് പരാതിയുണ്ട്. എന്താ, ആയുഷിലെ കോൺട്രാക്ട് ഞാൻ 3 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തു. ഇവര് പറയുന്നത് നീട്ടിക്കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. ഇവര് പറഞ്ഞൊക്കെ രാഷ്ട്രീയ നിയമനമാണ്, ആ നിയമനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ജൂൺ 1-ാം തീയതി അവരുടെ കാലാവധി ഞാൻ ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. ഞാൻ വന്നോടനെ മാറ്റുന്നത് ശരിയാണോ? ഞാൻ ഒരു 3 വർഷം കൂടെ കാലാവധി നിൽക്കുക, എന്നിട്ട് നോക്കുക അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, തൃപ്തികരമാണോ, കണ്ടിന്യൂ ചെയ്യാം, അല്ലേ ആക്ഷൻ എടുക്കും. ഇന്നലെ ഒരിടത്ത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റിയതിന്റെ പേരിൽ ചില സമരം. ഞാൻ പറഞ്ഞു അങ്ങനെ സമരം ചെയ്യുന്നവരോട് വഴങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, അത് ഭരണപരമായിട്ടുള്ള കാര്യമാണ്. സൂപ്രണ്ടിനെ അവിടുത്തെ ജീവനക്കാരെ കൂടെ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ അവിടെ എന്തിനാ മന്ത്രി ഏറ്റിരിക്കുന്നത്? ഇവിടെ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഇതൊക്കെ മുമ്പുണ്ടായിരുന്നില്ലല്ലോ, ഈ കഴിഞ്ഞ 10 വർഷം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തൊക്കെ മാറ്റം, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയല്ല, ഇത് രാഷ്ട്രീയ വിധിയല്ല, പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. അപ്പോ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, ഈ വകുപ്പിനെ നേരെയാക്കി എടുക്കണം. അതിന് എല്ലാവരും സഹകരിക്കണം, ജനപ്രതിനിധികൾ സഹകരിക്കണം, ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കണം, ജീവനക്കാർ സഹകരിക്കണം. നമ്മളൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കണം.